ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളെ കയ്യിലുള്ള വീട്ടിൽ ഏതൊക്കെ വെജിറ്റബിൾ ആണോ അതൊക്കെ കൂടി ഇട്ടിട്ട് ഒരു നല്ലൊരു അടിപൊളി ചോറിനായാലും ചപ്പാത്തിക്കായാലൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു മസാലക്കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഓരോന്നായിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഉരുളക്കിഴങ്ങും അതേപോലെ ക്യാരറ്റ്, കോളിഫ്ലവർ, അതുപോലെ തന്നെ ബീൻസ്, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം, ഉടഞ്ഞു പോകരുത്, ഒരു മുക്കാൽ ഭാഗം വെന്താൽ മതി. ഇതൊക്കെ നന്നായിട്ട് വഴറ്റി മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ ഒഴിച്ച് കൊടുക്കണ്ട, കാരണം നമ്മൾ വെജിറ്റബിളൊക്കെ വഴറ്റി കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതല്ലേ. എന്നിട്ട് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ, പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് 2 വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കായ്മുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടില്ല, ആ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനത് വിട്ടു പോയതുകൊണ്ടിട്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കുക. ഒക്കെ ഒരു ഇത്തിരി നമ്മൾ പച്ചക്കറി എത്രത്തോളം ഉണ്ടോ അതിന് അളവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലോട്ട് മെയിനായിട്ട് വേണ്ടത് ഇറച്ചി മസാലയാണ്. ഇറച്ചി മസാല കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് 2 തക്കാളി ഇതേപോലെ ജ്യൂസ് അടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത് ആക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ വെജിറ്റബിളൊക്കെ അതിലോട്ട് തട്ടി കൊടുക്കുക. ഇറച്ചി മസാല ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇറച്ചിക്കറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ കറിക്ക്. ഇറച്ചിക്കറി ഇട്ടല്ലതാനും. പിന്നെ അതിൻ്റെ കൂടെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ വെജിറ്റബിൾ വഴറ്റുമ്പോഴൊക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ മാവ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് നന്നായിട്ട് തിളച്ച് ഇതായിട്ട് വരുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് ഇളക്കി കൊടുക്കണേ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.